ഡൽഹി സ്ഫോടനത്തിൽ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങട്ടെ. അവർ മൂലമാണ് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി പദ്ധതിയിട്ട ഇസ്ലാമിക തീവ്രവാദത്തെ ഇത്ര ലഘൂകരിക്കാനായിട്ട് സാധിച്ചത്. അവരെല്ലാവരും തന്നെ രക്തസാക്ഷികളാണ്. അവർ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ബുദ്ധനോ ജൈനനോ സിഖ് മതക്കാരോ ആരു തന്നെ ആയിക്കോട്ടെ, അവരവരുടെ ജീവൻ ത്യജിച്ചത് അവരുടേതായ കാരണങ്ങൾ കൊണ്ടല്ല. ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ തെളിച്ച് നിങ്ങൾ പറയണം, ആരോട് പറയുമ്പോഴും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഇരകളാണ്. അതിനെ ന്യായീകരിക്കുന്നവർക്കും അവിടെ കിടന്ന് ഇവിടെ കിടന്ന് പൊളയുന്നവർക്കുമുള്ള ഉത്തരമാണ് എൻ്റെ ഈ വീഡിയോ. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആദ്യമായിട്ട് ഒക്ടോബർ 7, 2023 നെത്തന്യാഹു 1200 ജനങ്ങളെ പലസ്തീൻ നല്ലവരും ഹമാസ് തീവ്രവാദികളുമെന്ന് വിളിച്ച് വെളുപ്പിക്കുന്ന എല്ലാ ഗാസ തീവ്രവാദികളും അത് നെത്തന്യാഹുവിന് വീണ് കിട്ടിയൊരവസരമായിരുന്നു. നമ്മുടെ നാട്ടിലടക്കം ദുൽഖുർ സൽമാൻ, പിന്നെ മറ്റേ ചെക്കണ്ടല്ല എബി എന്ന് പറഞ്ഞ മിമിക്രിക്കാരൻ്റെ മകൻ, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒക്കെ കരയുണ്ടായിരുന്നു. സേവ് റാഫ ഷേവ് റാഫ എന്നൊക്കെ പറഞ്ഞ് കരയുണ്ടായിരുന്ന ആ ഒരു ഇത് ലോകം മുഴുവൻ അവർക്ക് ഇതുണ്ട്. കാരണം അവരിൽ എണ്ണപ്പണമുണ്ട്, ഈ തീവ്രവാദത്തിനുള്ള പണമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ കച്ചവടം നടത്തി മാളുകളൊക്കെ നടത്തി പണം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ആരുടെ കയ്യിൽ വരുന്നോ അവർ ചെയ്യും അത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഇവർ എര കളിച്ച് ജയിക്കാമെന്നായിരുന്നു വിശ്വാസം. അതായത് 1200 ആൾക്കാരെ കൊല്ല, 250 ആൾക്കാരെ വെച്ച് വിലപേശ. നെത്തന്യാഹു അതൊന്നും നോക്കിയില്ല. അടിച്ച് നിരത്തി ഇബ്രാഹിം റൈസി തൊട്ട് ഇസ്മായിൽ ഹനിയ തൊട്ട് യഹിയ സിൻവാർ തൊട്ട് സകല എണ്ണത്തിനും പൊളിച്ചൂലെ. എന്തിനു പറയണം, ആ പാവം ഹെസ്ബുള്ളയുടെ മറ്റേ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് എന്ന് പുനലൂർ കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കാൻ മോഹവുമായി നടക്കുന്ന റിട്ടയേർഡ് ജഡ്ജി കമാൽ പാഷ പോലും പറഞ്ഞ ഹെസ്ബുള്ളയുടെ നേതാവ് നസ്രുദ്ദീനെ പോലെ അലക്കി. അവർ വെള്ളരിപ്രാവിനെ പോലും അലക്കി നെത്തന്യാഹു. അത്തരത്തിലുള്ളൊരു അവസരമാണ് ഇന്ന് ഇന്ത്യയിൽ 10 രക്തസാക്ഷികൾ അല്ലെങ്കിൽ 10 12 മരണപ്പെട്ട രക്തസാക്ഷി, ഡൽഹിയിൽ മരണപ്പെട്ട രക്തസാക്ഷികൾ നൽകിയിരിക്കുന്നത്. അവരില്ലായിരുന്നെങ്കിൽ അമോണിയം നൈട്രേറ്റ് മുതൽ RTX മുതൽ എല്ലാം കരുതി വെച്ചേക്കായിരുന്നു. ഡിസംബർ 6 ബാബറി മസ്ജിദ് എന്ന ശ്രീരാമൻ്റെ ആ അയോധ്യ ക്ഷേത്രം, അത് ബാബർ പിടിച്ചെടുത്തതിൽ നിന്നും തിരിച്ചു പിടിച്ച് ഹൈന്ദവ സമൂഹം മുന്നോട്ട് പോകുന്ന ആ ഓർമ്മപ്പെടുത്തൽ, അത് ഇപ്പോൾ തിരിച്ചടികളുടെ കാലഘട്ടമാണ് ഇന്ത്യയിൽ. അവർക്ക് അവിടെ ഒരു അയോധ്യ ക്ഷേത്രം വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഓർമ്മ ഡിസംബർ 6 എന്നതിൽ പൊട്ടിച്ച് ആയിരക്കണക്കിന് ജനങ്ങളെ, ഇതായിരിക്കില്ലായിരുന്നു, നിരപരാധിയായ ജനങ്ങളെ പകയ്ക്കരുത്, പേടിക്കരുത്. എന്നോട് ഒട്ടനവധി സുഹൃത്തുക്കൾ പറഞ്ഞു, നീ എന്തിനിങ്ങനെയൊക്കെ പറയണേ? അപ്പം ഞാൻ ചെന്തിയെ, അല്ല നിന്നെ കൊന്നാലോ? എന്നെ കൊന്നോട്ടെ, ഞാൻ കരുതി എന്നെ ഇറങ്ങിയേക്കാണ്. അവർ കൊന്നിട്ട് അവരുടെ സമാധാന മതം വളർത്തട്ടെ. കാരണം ഞാൻ കണ്ടുപഠിച്ചു, ലോകം മുഴുവനും കണ്ടുപഠിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അല്ലാണ്ട് ഞാൻ ഒരാളെയും അലക്കി വെളുപ്പിക്കാനോ സത്യത്തിന് ഞാൻ സത്യമല്ലാതിരിക്കാനോ എനിക്ക് അറിയില്ല. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വ്യക്തമായിട്ട് പറയും, എന്നെ കൊന്നാലും ഈ വീഡിയോ ഇവിടെ കിടക്കും. യൂട്യൂബ് അതിർത്ത് കളയില്ല, സുഡാപ്പികളുടെ കയ്യില്ല. സുഡാപ്പിഫിക്കേഷൻ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് ഗൂഗിളും യൂട്യൂബ് ഇരിക്കണമെന്നുണ്ടെങ്കിലും അവർ എടുത്ത് കളയില്ല എന്ന് വിചാരിക്കാം. സമാധാനപരമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയെ ശുദ്ധീകരിക്കാനായിട്ടുള്ളൊരു യജ്ഞമായി മാറണം. ആയിരക്കണക്കിന് ഇതിൽ ഇപ്പോൾ പാകിസ്ഥാൻ അല്ലെന്നാണ് പറയണത്, ടർക്കിക്കാണ് പങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ടർക്കി ഇപ്പോൾ പല കാര്യങ്ങളിലും ഇതിൽ ഇടപെട്ടത് ഇന്ത്യയിൽ നടത്തുന്ന, കാരണം ഇന്ന് തീവ്രവാദത്തിനു ഈ ചൂട്ടുപിടിച്ച് കൊടുക്കുന്നത് GCC രാജ്യങ്ങളോ അതല്ലെങ്കിൽ പാകിസ്ഥാൻ പോലുമല്ല.
GCCയിലെ രാജ്യങ്ങളൊക്കെ നല്ല വരിയിൽ വന്നു, നിരയിലായി. അവർ സമാധാനം അറബ് നേതാക്കന്മാരെ ഞാൻ മുമ്പ് പറഞ്ഞു, സൗദി രാജാവൊക്കെ വളരെ അഭിനന്ദനം അർഹിക്കുന്നു. അതല്ലെങ്കിൽ UAE ഇതൊക്കെ അവർക്ക് അവരുടെ ആ ഒരു ഭരണത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്നു. എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിന് ഇന്ന് ലോകം മുഴുവനും ചൂട്ടുപിടിച്ച് കൊടുക്കുന്നത് തുർക്കിയിലുള്ള എർഡോഗൻ എന്ന വ്യക്തിയാണ്. മൃദുപ്രായനായി, അദ്ദേഹം നടക്കാനൊന്നും സാധിക്കാത്ത സ്ഥിതിയിലാണ്. അപ്പോൾ ഈ മരിച്ചവർ, ഈ 10-12 ആൾക്കാർ മരിച്ചവർ ആയിരക്കണക്കിന് ജനങ്ങളെയാണ് രക്ഷിച്ചത്. അവരിതിലും വലിയ പദ്ധതി, ഡോക്ടർ എന്നൊക്കെ പേരിട്ടതിൻ്റെ ഇതിലും വലിയ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തത്. അതിൽ നിന്നാണ് ഇന്ത്യൻ ജനതയെ രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഗുജറാത്ത് ശുദ്ധികലശം പോലെ മോദിയും അമിത് ഷായും ഇന്ത്യയുടെ ശുദ്ധികലശം, ശരിക്കുള്ള സമാധാന മതത്തിനെ സമാധാനത്തിലാക്കുമോ എന്നാണ് നമ്മൾ നോക്കി കാണേണ്ടത്. അവരുടെ അത് ഞാൻ ഇപ്പോൾ ഒരു 5 വീഡിയോളം ഞാൻ ഇതിനെപ്പറ്റി, ഡൽഹി സ്ഫോടനത്തിനെ പറ്റി പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ ഇതിലുള്ള അതായത് നമ്മളുടെ കൊച്ചു കേരളത്തിൽ പോലും ഈ ടർക്കി എന്ന തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ആലയോലികൾ പൊന്തി വരുന്നു വടക്കൻ കേരളത്തിൽ. അനുവദിച്ചുകൂടാ. ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ റൈഫിൾസ് വരുന്നുണ്ട്. സ്പ്രെഡ് അങ്ങോട്ട് വിതയ്ക്കണം. ഈ ലോ എൻഫോഴ്സ്മെൻറ്റിനും പട്ടാളത്തിനും മഫ്റ്റിയിലും വിതച്ച് ഇല്ലാണ്ടാക്കണം, അവസാനിപ്പിക്കണം. സമാധാനം പഠിക്കണം. കുറച്ച് ആൾക്കാരെ കളയേണ്ടി വരുള്ളൂ. ഗുജറാത്തിലൊക്കെ കണ്ടില്ലേ, പെട്ടെന്ന് സമാധാനമായി. അതുപോലെ ആക്കി എടുക്കണം. അതിൽ വിദേശ രാജ്യങ്ങളെ, അന്താരാഷ്ട്ര സമൂഹത്തെ ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരണം. ഇതിലേക്ക് കൊണ്ടുവന്ന് അവരിപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം കഴിഞ്ഞ വേളയിൽ ശശി തരൂരൊക്കെ ലോകരാജ്യങ്ങൾ, സൗത്ത് അമേരിക്കയിലൊക്കെ പല രാജ്യങ്ങളിലും, കൊളംബിയയിലാണെന്ന് തോന്നുന്നു, കൊളംബിയയിലൊക്കെ മറ്റോ ആണ്, വളരെ വലിയ സ്വീകരണമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാരെ അയക്കണം വിദേശ രാജ്യങ്ങളിലേക്ക്, പറഞ്ഞ് അവരെ ഇത് പറയണം, ഇതാണ് ഇസ്ലാമിക തീവ്രവാദം, ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുമെന്ന് പറയണം. ഇന്ത്യക്ക് കുറേ ഒട്ടനവധി കൂട്ടുകാരുണ്ട്. ഫ്രാൻസ്, UAE, ഇതൊക്കെ ഇന്ത്യയുടെ കാലാകാലം വർഷങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ കൂട്ടുകാരാണ്. എന്നിട്ട് സമാധാനം വരുത്തണം, ശരിക്കുള്ള സമാധാനം വരുത്തണം. ജനാധിപത്യത്തെ അട്ടിമറിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. ജനാധിപത്യമൊക്കെ നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇന്നുള്ള ഭരണകൂടം കാണിക്കണം. ബെഞ്ചമിൻ നെത്തന്യാഹു എന്ന ധീരയോദ്ധാവ് ഒറ്റയ്ക്ക് നിന്ന് എത്രമാത്രം പ്രതിബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടായെന്നറിയോ? ഇസ്രായേൽ എന്ന മണ്ണിനെ തുടച്ചു മാറ്റുന്നതാണ് ഈ തീവ്രവാദികൾ പറഞ്ഞത്. എന്നാൽ അവർക്ക് അദ്ദേഹത്തിന് വീണ് കിട്ടിയ ഒരു വ്യക്തമായ അവസരമാണ് ഒക്ടോബർ 7, 2023. ശരിക്കും എടുത്തിട്ട് അടിച്ചു. ആഹ്വാനം കൊടുത്ത് ഇബ്രാഹിം റൈസി, ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്നു. അവനെ ഹെലികോപ്റ്ററിലിട്ട് വീഴ്ത്തി. ഒരുത്തനും $1 ബില്യൺ കൊണ്ട് ഇവരൊക്കെ നടത്തിയിരുന്ന ഇസ്മയിൽ ഹനിയ ഖത്തറിലായിരുന്നു. അവന് അലക്കി സകലത്തിനും വെളുപ്പിച്ച് ഇന്നും തീർന്നിട്ടില്ല. ബഫർ സോൺ ഉണ്ടാക്കണം ഗാസയിൽ പിടിച്ചെടുത്തത്. അതുപോലെ ശ്രീമാൻ മോഡിയോടും അമിത്ഷായോടും ഞാൻ ഇത് ചെയ്യാണ്, അതായത് പാവങ്ങളെ കൊല്ലരുത്. ഇവരിങ്ങോട്ട് വന്ന് വീണ് കിട്ടും, വരൂ ഇവിടേക്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൽ തന്നെ കിട്ടും. അവർ വലിയ സമാധാന ഇതുകളായിട്ട് വരുന്നവരൊക്കെ ഒരാളുടെ നിരപരാധിയുടെ ജീവൻ പോലും പോകരുത്. പക്ഷെ ഇതിനൊക്കെ ആക്കം കൂട്ടിയവർ ഇന്നും ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇതിന് പദ്ധതി ഇട്ടവരൊക്കെ ഇരിപ്പുണ്ട്. അതിന് ആഹ്വാനം കൊടുക്കുന്നവരെ പിടിച്ച് ജയിലിൽ കിടക്കട്ടെ. കൽത്തുറയിൽ കിടക്കട്ടെ. ആഹ്വാനം കൊടുത്തവർ PFIയോട് ചെയ്ത പോലെ തന്നെ ചെയ്യണം. ജനാധിപത്യത്തിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന് അതിൻ്റെ ചൂഷണം ചെയ്യുന്ന മതേതരത്വമെന്നും സ്നേഹമെന്നും പറഞ്ഞ് ചതിക്കുന്ന, വഞ്ചിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെ അടിച്ചൊതുക്കി ഇല്ലാണ്ടാക്കണമെന്ന് ഇന്ത്യൻ ഭരണകൂടത്തോട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.